നിലമ്പൂർ എംഎൽഎ പി.വി. അൻവർ സാബുവിന്റെ പള്ളിക്കവലയിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. സന്ദീപ് രാജാക്കാട് ചേരുന്നു നമുക്കൊപ്പം. സന്ദീപ് രാജാക്കാട്, എങ്ങനെയാണ് സാബു മരണത്തിലേക്ക് നീങ്ങിയത്? അതിന് പ്രേരണ നൽകിയ സംഭവങ്ങൾ അത് ചെന്ന് നിൽക്കുന്നത് CPIM-ന്റെ പ്രതിനിധിയിലേക്കടക്കമാണ്. അതിലടക്കം അന്വേഷണം വേണമെന്നാണോ മേരിക്കുട്ടി നമ്മളോട് പറയുന്നത്? ഇപ്പോൾ വെളിപ്പെടുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് സന്ദീപ്? സുജയ പാർവതി, അത്തരത്തിൽ തന്നെയാണ്. കുടുംബം ആ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി തന്നെ പറയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേരിക്കുട്ടി ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് VR സജി അടക്കമുള്ള 4 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണം എന്ന് തന്നെയുള്ളതാണ്. ഒപ്പം തന്നെ തങ്ങളുടെ പണം തിരികെ ലഭിക്കണം, നീതി കിട്ടുന്നതുവരെ നിയമ പോരാട്ടം തുടരും എന്നും ഈ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന അന്വേഷണം തങ്ങൾ വിശ്വസിക്കുകയാണ്. 100% പ്രതീക്ഷയുണ്ട്. പക്ഷേ മുമ്പോട്ട് ഈ അന്വേഷണം തൃപ്തികരമായി പോകുന്നില്ല എങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുമെന്നും ഈ കുടുംബം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഈ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന 3 പേരും ഒപ്പം തന്നെ VR സജിയുടെ ഫോണിലുള്ള ഇടപെടലുമാണ് ആത്മഹത്യയിലേക്ക് നയിക്കുവാനുണ്ടായ സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് ഇവർ 4 പേർക്കെതിരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണം എന്നത് തന്നെയാണ് ഈ കുടുംബത്തിന്റെ ആവശ്യമുണ്ടായിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തന്നെ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും CPM-ന്റെ ആരും തന്നെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും കുടുംബം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. 100% ഇവരുടെ ഇടപെടൽ ഇല്ലെങ്കിൽ ഇവരുടെ സംസാരമൊക്കെ സാബുവിനെ അലോസരപ്പെടുത്തിയിരുന്നു. സാബുവിനെ വളരെ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിട്ടിരുന്നു. അതുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. പ്രത്യേകിച്ച് ഈ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാവിലെ 10 മണി മുതൽ സാബു വളരെ മൂടിയായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആ രീതിയിലായിരുന്നു ബാങ്ക് ജീവനക്കാരുടെ ഇടപെടൽ ഉണ്ടായിരുന്നത്. അതിൽ വളരെ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം സാബു തന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ VR സജി ഫോണിൽ വിളിക്കുന്നത്. VR സജി ഫോണിൽ വിളിച്ചതിന് ശേഷവും മാനസികമായി വളരെ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 4 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്ന ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിൽ വളരെ തൃപ്തിയുണ്ട്. സാബുവിൻ്റെ ഫോണിൽ എല്ലാം ഉണ്ട്. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് 9 മണിക്ക് സാബുവിൻ്റെ ഫോൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു നൽകും എന്നും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് പി.വി. അൻവർ MLA ഈ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും CPM-ന്റെ ഭാഗത്ത് നിന്ന് നിരവധിയായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുവെങ്കിൽ പോലും ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ബോർഡ് യോഗം കൂടും. ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് വർഗീസ് അടക്കം പറയുന്നത് ഈ ജീവനക്കാരെ ന്യായീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ കുടുംബത്തിന് വളരെ എതിരഭിപ്രായം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 4 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കൃത്യമായ അന്വേഷണം മുമ്പോട്ട് പോകണം. തീർച്ചയായും ആത്മഹത്യാക്കുറിപ്പിലെ പേരുകൾ വളരെ പ്രധാനമാണ്. VR സജി അടക്കം 4 പേർക്കെതിരെ നടപടി വേണമെന്നാണ് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി ആവശ്യപ്പെടുന്നത്.